ഹായ് ഗൈസ്, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടേക്കാന്നല്ലേ? കൽപ്പാത്തിയിലോട്ടാണ്. നമ്മൾ പാലക്കാട് കൽപ്പാത്തി നവംബർ 13, 14, 15 തീയതികളിൽ രഥോത്സവം നടക്കുകയാണ്. ഇത് അറിഞ്ഞത് തൊട്ട് എനിക്ക് അവിടം വരെ പോകണം, അതൊക്കെ ഒന്ന് കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫാർമസിയിൽ ലീവുള്ള ടൈമൊന്നും അല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ലീവ് ഒപ്പിച്ചിട്ട് ഞാൻ ഇക്കാനെയും കൂട്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു മണി ടൈമെന്നാണ് വീട്ടിൽ ഇറങ്ങിയത്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെർപ്പുളശ്ശേരി വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഹോട്ടലിൽ എത്തിയപ്പം അവിടെ നിർത്തിയിട്ട് അവിടെ നല്ല സദ്യ കിട്ടും. അത് ഒരു സെക്ഷൻ നോൺ വെജും ഒരു സെക്ഷൻ വെജിറ്റേറിയനാണ്. അപ്പം നമ്മൾ കയറിയത് നോൺ വെജിൻ്റെ സെക്ഷനില്ല. കാരണം സദ്യ ഒന്നും കൂടി ഇക്കാക്ക് സെറ്റാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫിഷ് വേണമെന്ന് അറിയുന്നത്. അപ്പോൾ ഫിഷും കൂടി കഴിക്കാൻ വേണ്ടി നമ്മൾ നോൺ വെജിൻ്റെ സെക്ഷൻ കയറിയിട്ട് നല്ലൊരു രണ്ട് മീലാണ് ഓർഡർ ആക്കിയത്. ഞാനും കാഹിലും ഒന്നൊന്ന് കഴിച്ചു, ഇക്ക സെപ്പറേറ്റ് ഒന്നും കഴിച്ച്. നല്ല സദ്യയാണ് അവിടുത്തെ. അവിയലാണെങ്കിലും എനിക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അവിടുത്തെ പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ പായസം തിരക്കടില്ല. പായസം ഞാനിതിനു മുമ്പും അവിടുന്ന് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പായസം ഓർഡറാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ 4 മണി ടൈമിലാണ് അവിടെ മെയിൻ എല്ലാ പരിപാടികളും നടക്കണം. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്തണം. പിന്നെ നമുക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ പോണത് ഇപ്പോൾ ചെറുപ്പുളശ്ശേരി വഴിയാണ്. റോഡും അങ്ങനെ അത്ര മോശമെന്നൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്താൻ പറ്റും. അവിടെ ഏകദേശം എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും തിരക്കാണെങ്കിലും അവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാർ ഇവിടുന്ന് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും എന്തോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയിട്ട് പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസൊക്കെ കിട്ടി. അപ്പോൾ നമ്മളവിടെ കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം റോഡിലോട്ട് ഇറങ്ങി. അതിന് എൻട്രീൻ്റെ സൈഡിൽ തന്നെ കേട്ടോ നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അവിടെയുള്ള പോലീസുകാരാണെങ്കിലും ആൾക്കാരാണെങ്കിലും നല്ല സപ്പോർട്ടീവായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടുത്തെ തിരക്കും ഭീകരതയും മനസ്സിലായി. പക്ഷെ അത്രയും തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും അവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും നല്ലൊരു സപ്പോർട്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ എനിക്ക് കാണാൻ പറ്റിയത്, ഞാൻ കൽപ്പാത്തി ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഇതൊന്നും ഇല്ലാതെ, ഈ റഷൊന്നും ഇല്ലാതെ കൽപ്പാത്തി കാണണമെന്ന് ഒന്നുകൂടി ആഗ്രഹമുണ്ട്. ഇത് വേറൊരു വൈബ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മൊത്തം കച്ചവടം നടക്കുന്നത്, ഫുഡ് ഐറ്റംസ് ആയിട്ടും. അതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നൊരു കാഴ്ചയായിരുന്നു ഇത് കേട്ടോ. ഇത് സിനിമകളിലും പണ്ടത്തെ കാലത്തെ സിനിമകളിലും അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കൂടെയും ഇങ്ങനെ ചേച്ചിമാർ തത്തയെ പിടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തത്ത വന്നിട്ട് അതിന്നൊരു ചീട്ട് സെലക്ട് ചെയ്യും, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതവുമായി റിലേറ്റ് ചെയ്തിട്ട് അവർ പറയും. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു കാര്യം. അത് കുറച്ച് നേരം കൗതുകത്തോടെ നോക്കി നിന്നു. അതിനുശേഷം ആര്യന് ഞാൻ അവിടുത്തെ ഇങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവന് ചെറിയ കുട്ടിയായതുകൊണ്ട് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ അവർക്കതൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അതൊന്ന് വൈബാക്കി. പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കുറച്ച് അങ്ങോട്ട് നടന്ന് പോകണം. അവിടെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ അഗ്രഹാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അടുപ്പിച്ച് വീടുകളും അതിനോടനുബന്ധിച്ചൊരു അമ്പലമൊക്കെ ആയിട്ടുള്ളൊരു പ്രദേശമാണ് ശരിക്കും കൽപ്പാത്തി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് നീങ്ങിക്കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ആൾക്കാർ മോരും വെള്ളം കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കി ഞാനും പോയിട്ട് കുറച്ച് മേടിച്ചു. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ നമ്മൾ പോയിക്കണം. അപ്പോൾ അവിടെയുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന കൗതുകങ്ങളൊക്കെ നമ്മളും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അവിടെ ചെന്ന് ഞാനും കുറച്ച് കുടിച്ചു, കാഹിലിനും കൊടുത്തും ഇക്കാക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത്. അതൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു. അപ്പം ഞാൻ ആ മെയിൻ സംഭവം കണ്ടു, രഥം. അതിങ്ങനെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്നൊന്നും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അതിൻ്റെ സൈഡിൽ അമ്പലത്തിൽ നല്ല ശിങ്കാരിമേളം, അത് നല്ല ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം അതും നോക്കി നിന്ന്. ചെണ്ടമേളം കേട്ടപ്പോൾ ആര്യന് നല്ല രസമായി. അവന് ഇക്കയുടെ ഒക്കത്തിരുന്നിട്ട് നല്ല ഡാൻസായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി തിരക്ക് കണ്ടപ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷെങ്കിലും അവന് അതൊന്നും അത്ര പ്രശ്നമായില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എത്ര അവിടെ തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും ആ തിരക്ക് നമുക്ക് അത്ര കണ്ട് ഫീൽ ചെയ്യണ്ടായില്ല. നമുക്ക് കാണുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടി. അവിടെ നിന്ന് നമുക്കത് നല്ല രീതിയിൽ തന്നെ കാണാനും ഒക്കത്തിനും പറ്റും. മൊത്തത്തിൽ പോയത് നമ്മൾ ആഗ്രഹിച്ച് പോയതുകൊണ്ടാണ് തോന്നുന്നത്. നമുക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി.
ഇതൊക്കെ എനിക്കിതൊരു പുതിയ കാഴ്ചകളായിരുന്നു കേട്ടോ. ആ ഒരു ഇതിനകത്ത് രഥത്തിൻ്റെ ഉള്ളിലൊരു ബോയ് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ അതിൻ്റെ മുമ്പിലിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നല്ല തിരക്കായി. അതിൻ്റെ അടുത്ത് അതുമായി സംബന്ധിച്ചാണ് ഫുള്ള് തിരക്കും നടക്കുന്നത്. ഏത് വഴിയിൽ പോയാലും നല്ല തിരക്കാണ്. അത് ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരുപാട് പാർട്ടീഷൻ വഴികൾ വരുന്നുണ്ട്. അതിനെ കൂടെ എല്ലായിടത്തും കൂടി നോക്കിയാലും തിക്കും തിരക്കും. അത്രയും പോലീസുകാരും ഉണ്ടായിരുന്നു കേട്ടോ നിയന്ത്രിക്കാൻ. എല്ലാവരും ഫോണും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് എല്ലാവരും ഇത് ഇത്രയും വലിയൊരു കയർ വെച്ചിട്ടാണ് ഇത് വലിക്കുക. അത് കുറേ ആൾക്കാർ കൂടി ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ചെരുപ്പിട്ടിട്ടല്ല, ചെരുപ്പ് ഊരി കുറേ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണത് അവരവിടെ നിന്നിട്ട് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അവരത് വലിക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്കത് നേരിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്കൊരു രസമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഒരു ആന ഉണ്ടായിരുന്നു അവിടെ. ആന അവൻ്റെ നെറ്റി വെച്ചിട്ട് അത് രഥം ഉന്തണതും എല്ലാം നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റി. നല്ല തിരക്കായിരുന്നു അതിൻ്റെ സൈഡിൽ. എനിക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി സൈഡിൽ. അതുകൊണ്ട് തന്നെ ഇത് നല്ല രസത്തിൽ കാണാൻ പറ്റി. അങ്ങനെ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലുമ്മ കയറുന്നപ്പോൾ എനിക്കതെല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിച്ചു, തിരക്ക് പെടാതെ. കാരണം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പിന്നാലെ പോയില്ല. കാരണം പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. നമ്മൾ തിരക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാനൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മളത് അവിടെ ഒരു സൈഡിൽ നിന്നിട്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ വീക്ഷിച്ച് കണ്ടു. ഇപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് ദേവരഥ സംഘം എന്ന് പറയുന്നത്. ഈ രഥങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ പറയുന്നത്. മെയിനായിട്ടും കൽപ്പാത്തിയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്ന് ചേക്കേറിയിട്ടുള്ള ബ്രാഹ്മിൻസാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ സംസ്കാരങ്ങളും എല്ലാം കൂടി ഉൾക്കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാര രീതിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും കൾച്ചറും എല്ലാം തന്നെ ഭയങ്കരമായിട്ടും ഡിഫറെൻ്റാണ്. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും. അവരെ വസ്ത്രധാരണ ആണെങ്കിലും അവർ ചെയ്യുന്ന അവർ കോലം വരക്കുന്നതും എല്ലാം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആവും. എന്നെപ്പോലുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചും അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടപ്പം ഒരു കൗതുകം തോന്നി. ആ ആന ഞങ്ങൾ തൊട്ടടുത്ത ആന ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ആന എങ്ങാനും ഇടറുമോ, എവിടേക്ക് ഓടി രക്ഷപ്പെടും. കാരണം ആകെ മൊത്തം തിരക്കാണ്. എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും വീടുകളാണ്, ഗേറ്റൊക്കെ അടച്ച്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഏതായാലും ആ തിരക്കും വൈബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ചൊന്നാണ് മാറി നിന്ന്. അപ്പോൾ നമുക്ക് അവിടെ സൈഡിൽ തന്നെ അതിനോട് ചേർന്ന് കണ്ടൊരു നല്ലൊരു പുഴയുണ്ട്. അപ്പോൾ ആ പുഴയുടെ സൈഡിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് അവിടേക്ക് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആര്യന് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ ഇറങ്ങാൻ. അപ്പോൾ അവനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി എൻ്റർടൈൻ ചെയ്ത് അത് കണ്ടപ്പോൾ പിന്നെ അവൻ കയറി പോരുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കണം വെള്ളത്തിൽ കളിച്ചിട്ട്. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കുലുക്കി സർവത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കൂടുതൽ നേരമൊന്നും ഇരുട്ടായപ്പോൾ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് രാത്രിയുടെ കാഴ്ചകളും ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി കാറൊക്കെ എടുത്ത് ഇറങ്ങി. കാരണം കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ പിന്നെ നല്ല ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ ആ തിരക്കുന്നൊക്കെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റിയിട്ട് നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയോണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെയായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു, ഇപ്പുറത്തൊക്കെ വലിയ തിരക്കുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റി. പിന്നെ നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് പോന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പെരുന്തമണ്ണ എത്തിയപ്പോൾ നമ്മൾ ടിയാൻറ്റിയിൽ തന്നെ വന്നത്. ഫുഡ് പിന്നെ നമ്മൾ പെരുന്തമണ്ണ തന്നെയാണല്ലോ മെയിൻ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷവായും അതേപോലെ തന്നെ മന്തി റൈസൊക്കെ ഓർഡറാക്കി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു കാഴ്ച നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കൽപ്പാത്തി രഥോത്സവം. അത് കാണാനും അത് കണ്ടറിയാനും അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിൽ പകർത്തിയെടുക്കാനും സാധിച്ചു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.